സത്യമായിട്ട് എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനലിൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് അങ്ങനെ തൊപ്പി വിഷയത്തിൽ പ്രതികരണവുമായി മെഹർ ഫാത്തിമ രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിനക്കിതിപ്പോഴും നിർത്താനായില്ലേ? തൊപ്പി വിഷയം കേട്ട് മടുത്ത് മാറ്റിപ്പിഴട എന്ന് പറഞ്ഞപ്പോ പല ആൾക്കാരും കമന്റ് ചെയ്തു വരും. എനിക്കും താല്പര്യമുണ്ട് തൊപ്പി വിഷയം നിർത്താൻ. പക്ഷെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പല അപ്ഡേറ്റ്സും വരുന്ന സ്ഥിതിക്ക് നമ്മളായിട്ട് ഇപ്പൊ എന്തിനാണ് നിർത്തേണ്ട ആവശ്യം? അതുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയിക്കാനും കൂടി വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. തൊപ്പി വിഷയത്തിലുള്ള മെഹർ ഫാത്തിമയുടെ പ്രതികരണം. ഈ മെഹർ ഫാത്തിമ ആരാണ്, എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇന്റർവ്യൂ ഒക്കെ ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ്. ആൾ ഒരുപാട് ഇന്റർവ്യൂസ് മുമ്പ് ആങ്കർ ചെയ്തിട്ടുണ്ട്. അടിപൊളി ആങ്കർ ഒന്നുമല്ല, ജസ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും 10 മാസം മുന്നേ ഈ പറയുന്ന മെഹർ ഫാത്തിമ മൂവീസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടി തൊപ്പിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വൻ വൈറലായി മാറിയൊരു ഇന്റർവ്യൂ ആയിരുന്നത്. 2 പാർട്ടായി ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നത്. ആ 2 പാർട്ടിനും 10 ലക്ഷത്തിനടുത്ത് വ്യൂസ് കിട്ടി എന്നുള്ളതാണ്. ആ ലെവലിൽ അത് വൈറലായിട്ടുണ്ടായിരുന്നു. അതിന്റെ കട്സും ക്ലിപ്സും ഒക്കെ പലരും അവിടെയും ഇവിടെയുമായിട്ടൊക്കെ കണ്ടു കാണും. തൊപ്പി ഞാൻ നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. അന്ന് നമ്മളടക്കം തൊപ്പിയെ പ്രശംസിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവന്റെ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള വെറും നാടകം മാത്രമാണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും തൊപ്പിയും മെഹറും തമ്മിലുള്ള ആ ഇന്റർവ്യൂവിന് ശേഷം ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി കേട്ടോ. അതിനുശേഷം ഇവർ ഒരുമിച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൻ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. അതോടെ അന്ന് പലരും വിചാരിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവര് തമ്മിൽ പ്രണയത്തിലായി എന്നൊക്കെയാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം തൊപ്പി എന്ത് ചെയ്തു, ലൈവ് ചെയ്തുകൊണ്ടിരിക്കെ ഒരു വ്യൂവറുടെ റിക്വസ്റ്റ് പ്രകാരം ലൈവായിട്ട് മെഹർ ഫാത്തിമയെ കോൾ ചെയ്തു. എന്നിട്ട് പ്രാങ്ക് പോലെ മെഹർ ഫാത്തിമയെ അങ്ങ് പ്രപ്പോസ് ചെയ്തു. മെഹർ ഫാത്തിമ അത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലാക്കുന്നത് പ്രാങ്ക് ആണെന്നുള്ളത്. പുള്ളിക്കാരൻ തക്കി അത് ചിരിച്ചു തള്ളി. അന്ന് അതും വൻ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കണ്ട പല വ്യൂവേഴ്സും എന്താക്കിയെന്ന് അറിയോ, ഇവര് തമ്മിൽ പ്രണയത്തിലാണ് അങ്ങ് തെറ്റിദ്ധരിച്ചു. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് പലരും കണ്ടു കാണും. തൊപ്പിയെയും മെഹറിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, തൊപ്പിയും മെഹറിനും വെച്ച് ഒരു ആൽബം വരെ ഇറങ്ങി എന്നുള്ളതാണ്. അന്ന് മെഹർ അതിനെതിരെ പ്രതികരിച്ച ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അന്ന് മെഹർ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് അതിനകത്ത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നാള് സൂപ്പർ വാവ, ഇപ്പൊ തൊപ്പി, ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ്. കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇപ്പൊ സൂപ്പർ വാവ ആയിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങൾ ആരും തന്നെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ലവർ ആണെന്നോ, ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, വാവ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, ഞങ്ങൾ ലവേഴ്സ് ആണെന്നോ ഞങ്ങൾ ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണ കാണുമ്പോഴല്ലോ എനിക്ക് അത്ര റെസ്പെക്ട് തോന്നിയിട്ടുള്ളത്. ഓന് ഗ്യാങ്ങിലുള്ള ആൾക്കാരെ കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചൊന്നും പറയാത്താണ് നല്ലത്. എങ്ങനെയാണ് കൊണ്ട് നടന്നുള്ളത് ഇപ്പൊ പുറത്ത് വന്നല്ലോ. അതുകൊണ്ട് എന്റെ ഓന്റെ കൊണ്ട് നടക്കലൊക്കെ കണക്കാണ് മക്കളെ. പെണ്ണുപിടി, ഡ്രഗ്സ്, ബൈക്കൂടെ പോകുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കുക, ഈ രീതിയിലൊക്കെ അവൻ ആ ഗ്യാങ്ങിലുള്ള ആൾക്കാരെ കൊണ്ട് നടന്നത്. അതുകൊണ്ട് അതിന്റെ പോരിശൊന്നും പറയല്ല മോളെ, അല്ലെ? ഇവിടെ ഇപ്പൊ മെഹർ ഫാത്തിമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മെഹർ ഫാത്തിമ 10 മാസം മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. ആ സമയത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. തൊപ്പി അടിപൊളിയായിട്ടാണ് തന്റെ ഗ്യാങ്ങിൽ കൊണ്ട് നടന്നിരുന്നതെന്നൊക്കെ. കാരണം പുറമേ നോക്കുന്ന സമയത്ത് ഈ തൊപ്പി ഗ്യാങ് ഇങ്ങനെയാണ്, ഫുൾ അടിച്ചുപൊളിയല്ല മക്കളെ, ഫുൾ വൈബല്ല മക്കളെ. ഇവർ ഒരുമിച്ച് പല സ്ഥലത്ത് പോകുന്നു, ട്രിപ്പ് അടിക്കുന്നു, ഒരുമിച്ച് ലൈവ് ചെയ്യുന്നു, കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കുന്നു. അത് വെച്ച് എല്ലാവരും ഉഷാറായിട്ട് ജീവിക്കുന്നു. തൊപ്പി ഇടയ്ക്കിടെ ഗ്യാങ്ങിലുള്ള ആളുകൾക്ക് സർപ്രൈസ് കൊടുക്കുന്നു. ഇതൊക്കെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുക, ഇവരെ പോലെ അടിപൊളി ഗ്യാങ് വേറെ ഇല്ല എന്നൊക്കെയാണ്, അല്ലേ? പക്ഷെ പുറമേ കാണുന്നതെല്ലാം ഓപ്പോസിറ്റ് ആണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്. എല്ലാത്തിനും അവിടെ നരക ജീവിതമായിരുന്നു. മര്യാദയ്ക്ക് ശമ്പളം പോലും കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് അവന്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സത്യം ഇന്നാണെങ്കിലും പുറത്തു വന്നല്ലോ. അവർ കെട്ടിപ്പൊക്കിയ കാപട്യ ലോകം എന്താണെന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഭാവി തലമുറ അവരിൽ നിന്ന് രക്ഷപ്പെടട്ടെ. എന്തായാലും മെഹർ ഫാത്തിമക്ക് പറയാമല്ലോ, ബാക്കിയുടെ കേട്ടോക്കാം. നിങ്ങളായിട്ട് എനിക്കിപ്പോ ലവറിനെ ഉണ്ടാക്കൂ, എന്നെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ, എന്റെ കല്യാണം നടത്തൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമയമാകുമ്പോൾ എന്റെ വീട്ടുകാർ എനിക്ക് ഒരാൾ കണ്ടുപിടിച്ച് തരും. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാരെ ആരെയാന്ന് വെച്ചാൽ കല്യാണം വിളിക്കും. അത് നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും. അപ്പൊ അറിഞ്ഞാൽ പോരെ. ഓ മതി, അപ്പറഞ്ഞാൽ മതി, വലിയ ധൃതിയൊന്നും ഇല്ല. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളാരും മെഹർ ഫാത്തിമ എപ്പം കിട്ടും നോക്കി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. എങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതായത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു ഇതാണ്. എനിവേ, ഇതായിരുന്നു മെഹർ ഫാത്തിമയുടെ അന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷെ മെഹർ ഫാത്തിമ അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടും പലരുടെയും തെറ്റിദ്ധാരണ മാറിയില്ലേ കേട്ടോ. പലരും എപ്പോഴും വിചാരിച്ചത് തൊപ്പിയും മെഹറും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെയാണ്. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഈ പറയുന്ന മെഹർ ദിയാ
സാനയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഇന്റർവ്യൂവിൽ വെച്ച് ദിയ സാന മെഹറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തൊപ്പിയെ ഇഷ്ടമല്ലേ എന്നുള്ളത്. അന്നേരം മെഹർ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അത് വെച്ച് പലരും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്താൻ തുടങ്ങി. അന്ന് മെഹർ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതിൽ കൂടുതൽ വേറൊരു ഇതോ അതൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വിഷ്വൽ കാണാം. ലൈവിൽ നിന്ന് ചേച്ചിനെ വലിച്ചു കയറും. എനിക്കത് പ്രശ്നമില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ വലിച്ചു എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു റിയാക്ഷൻ, ഇത് ഞാൻ എന്ത് പറഞ്ഞപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വിഷ്വലും കൂടെ കാണാം. ദേഷ്യപ്പെട്ടൊരു മുഖം, ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ഇതില്ല. നമുക്ക് പറയാം, നമുക്ക് വേണമെങ്കിൽ ചിരിച്ച ഫേസ് ആയിട്ടും പറയാം. കേൾക്കൂലടാ. ഇല്ല, അങ്ങനെയില്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ആസിഫിക്ക വേറൊരു ഇത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറയണില്ല. അപ്പൊ ഈ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് ഒരു നാടകം ഉണ്ട്. നമുക്ക് ഇനി ആ ഒരു നാടകം ഒന്ന് കാണാം. തപ്പി നിനക്ക് ഇഷ്ടല്ലേ? ഐലവ്യെന്നൊക്കെ പറഞ്ഞായിരുന്നില്ല തപ്പി. പറയണില്ല. തപ്പിയും മെഹറും ഒരുമിക്കണമെന്നുള്ളവർ കമന്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ, കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ചോറിങ്ങനെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓ, മനസ്സിലായി. ചുരുക്കി പറഞ്ഞാണെങ്കിൽ തൊപ്പിയുമായി ഒരു റിലേഷൻഷിപ്പ് ഗോസിപ്പ് പ്രചരിക്കുന്നത് പോലും മെഹറിന് താല്പര്യമില്ല എന്നർത്ഥം. വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഇവനൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാണ്? കുറെ പൂത്ത ക്യാച്ച് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ല, പൂത്ത ക്യാച്ചിൽ മാത്രം വീണ് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാൻ ബേസിക് ആയിട്ട് കുറച്ച് മെച്യൂരിറ്റിയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവും വേണ്ടേ. അത് ഈ ചങ്ങായിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഞാൻ ഈ കാണിച്ച വീഡിയോകളെല്ലാം മെഹർ 10 മാസം മുന്നേയും 5 മാസം മുന്നേയും ഒക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. അന്നൊക്കെ തൊപ്പിക്ക് നല്ല പേരായിരുന്നു. പക്ഷെ ഇപ്പൊ തൊപ്പിയും ഗ്യാങ്ങും ചീഞ്ഞു നാറിയ സാഹചര്യത്തിൽ പിന്നെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തൊപ്പിയും മെഹറും ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ക്ലിപ്പുകൾ ആ ഇന്റർവ്യൂ ചെയ്ത അതേ ചാനലിൽ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഏത് മൂവീസ് വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനൽ. അത് മെഹറിനെ നന്നായി ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഓൾറെഡി തൊപ്പീന്റെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന മെഹർ ഫാത്തിമ. ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച ഒരാളാണ്. അതിന് പിന്നാലെ വീണ്ടും ഈ ഒരു അവസരത്തിൽ ഇന്റർവ്യൂ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് തന്നെയല്ലേ മെഹറിനെ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മെഹർ എന്ത് ചെയ്തു? ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു. നമ്മൾ എന്തായാലും കേട്ടോക്കാം. എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ട്. ചാനലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിനെ വിട്ടിട്ടാണെങ്കിലും കാശ് മുഖ്യം എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയത്. അതെ, പിന്നെ സ്വാഭാവികം, അതെങ്ങനെയേ വരൂ. സ്വന്തം ഇന്റർവ്യൂവറിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവിടുത്തെ ഒട്ടുമിക്ക ഓൺലൈൻ മീഡിയസിനും ഉള്ളത്. എത്ര ഇന്റർവ്യൂവേഴ്സിന്റെ ജീവിതമാണ് ഇവർ കാരണം നശിച്ചതെന്ന് അറിയോ? പല ഇന്റർവ്യൂവേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു റിയൽ ഇഷ്യൂ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴായി സംസാരിക്കണമെന്ന് വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിന് ജോലി ചെയ്യുന്ന ഇന്റർവ്യൂവേഴ്സിന് പബ്ലിക്കിന് മുന്നിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് അവര് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്ന എത്രയോ ഓൺലൈൻ ചാനലുകൾ ഇവിടെ ഉണ്ട്. പക്ക നെഗറ്റീവ് പബ്ലിസിറ്റിയുമായി റീച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരുപാട് ചാനലുകൾ. അവര് കാരണം ഒരുപാട് ഇന്റർവ്യൂവേഴ്സിന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, എന്റെ ഒരു സുഹൃത്ത് ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂവർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ അവിടുത്തെ സ്ഥിരം ഇന്റർവ്യൂവർ ഒന്നല്ല കേട്ടോ, എപ്പോഴെങ്കിലും ഇന്റർവ്യൂ ചെയ്യും, അത്രയേ ഉള്ളൂ. അവന് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൻ ആ ചാനലിൽ വേണ്ടി ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഒരിക്കലും എയറിലായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് നീ ചോദിക്കുന്നതെന്നൊക്കെ. അന്ന് അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഗൈസെ, ഞാൻ ഒരിക്കലും ഇത് കൈ നിർത്തിട്ട് ചോദിച്ച ചോദ്യങ്ങളൊന്നുമല്ല. ഇത് ഗസ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ചാനലിന്റെ ആൾക്കാർ എന്നോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ് പോലും. ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റും ചാനലിന്റെ ആൾക്കാരും ചേർന്ന് നടത്തിയ വെറും നാടകം മാത്രമാണ് അത് പോലും. അതിന് ജസ്റ്റ് നിന്ന് കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് അവൻ എന്നോട് പറഞ്ഞ മറുപടി. നിങ്ങൾ അത്തരത്തിലുള്ള പല ഇന്റർവ്യൂകളും കണ്ടിട്ടുണ്ടാകും. ഗസ്റ്റിനെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഓരോ ആങ്കർമാരും കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുക. അത് കാരണം ഗസ്റ്റ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുക. ഇതൊരു സമയത്ത് ട്രെൻഡ് ആയിരുന്നു അല്ലെ? ഏതൊരു ഓൺലൈൻ ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഉണ്ടാവും. ഗസ്റ്റിനെ വിളിച്ചു വരുത്തുക, കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുക, അവർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഇറങ്ങി പോവുക. ഇതെന്നെ തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ 1-2 റിയൽ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്.
ശരിക്കും ഗസ്റ്റിന് ചൊടിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഗസ്റ്റ് ഇറങ്ങി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 90% അത്തരത്തിലുള്ള ഇന്റർവ്യൂകളും വെറും സ്ക്രിപ്റ്റഡ് മാത്രമാണ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാമറക്ക് മുന്നിൽ ഇന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുമെന്ന് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂവർ ഗസ്റ്റിന് ഇൻഫോം ചെയ്യും. അതിനനുസരിച്ച് ഗസ്റ്റ് എന്തായിരിക്കും മറുപടി പറയുക എന്നുള്ളത് ഇന്റർവ്യൂവറോടും പറയും. എന്നിട്ട് ഇവര് തമ്മിൽ ഒരു ധാരണയിലെത്തും. ഇതിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ ചാനലിന്റെ ആൾക്കാർ തന്നെ. ഇന്ന ചോദ്യങ്ങളിൽ ചോദിക്കണമെന്ന് ഇന്റർവ്യൂവറോട് പറയുകയും ചെയ്യും. നിങ്ങൾ ഇന്ന രീതിയിൽ മറുപടി പറയണമെന്ന് ഗസ്റ്റിനോട് പറയുകയും ചെയ്യും. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? ക്യാമറക്ക് മുന്നിലുള്ള വെറും സ്ക്രിപ്റ്റഡ് നാടകങ്ങളാണ്. ഗസ്റ്റ് വന്നിരിക്കുന്നു, ആദ്യം നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം കൊറിസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതോടെ ഗസ്റ്റ് ചൂടാകുന്നു, ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ഇന്റർവ്യൂ വൻ വൈറലായി മാറുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ സംഭവിക്കണം എന്താണ്? ഈ ഇന്റർവ്യൂവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ആ വ്യക്തി പിന്നെ മറ്റൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം പബ്ലിക് അയാളെ കാണുമ്പോൾ ചീത്ത വിളിക്കാണ്, തെറി പറയാണ്. നാണമില്ലാതെ ഒരാളെ വിളിച്ചു വരുത്തി നാണം കെട്ടി ചോദ്യങ്ങൾ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഓരോ കമന്റുകൾ ഇടുകയാണ്. ഇത് കാരണം പലരും ഡിപ്രഷന്റെ അങ്ങേയറ്റത്ത് വരെ എത്തിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ മര്യാദക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞ അവിടെ സംഭവിച്ചെന്താണ്? ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഇന്റർവ്യൂവേഴ്സിനെ ബലിയാടാക്കി അവരെ വെച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണ് പല ഓൺലൈൻ ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഓരോ ഇന്റർവ്യൂവേഴ്സിനും ഒരു 2000-3000 രൂപയ്ക്കാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്. അത് വെച്ച് അവരപ്പുറത്ത് കൂടെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ അവരുടെ ബിസിനസ് ആണ്, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇന്റർവ്യൂസിന് ജീവിതം നശിപ്പിക്കുന്ന ഇമാതിരി പണിയെടുക്കുമ്പോഴാണ് ഇവരോടൊക്കെ ദേഷ്യം തോന്നി പോകുന്നത്. അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ മെഹർ ഫാത്തിമയോടും ഈ മൂവീസ് വേൾഡ് മീഡിയക്കാർ ചെയ്തിട്ടുള്ളത്, അല്ലെ? മെഹറിന് നെഗറ്റീവ്സ് വരുന്ന രീതിയിൽ തൊപ്പിയെ വെച്ചിട്ടുള്ള പല ഇന്റർവ്യൂ കാഴ്ചകളും പ്രചരിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ആ വീഡിയോക്ക് എല്ലാം താഴെ ആളുകൾ മെഹറിനെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇടാൻ തുടങ്ങും. ഇവർ തമ്മിൽ ഇപ്പോഴും ഡിങ്കോളിഫിക്കേഷൻ ഉണ്ടോ, ഇവർ തമ്മിൽ ഇപ്പോഴും പ്രണയമുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യും. അതോടെ വീഡിയോക്കുള്ള എൻഗേജ്മെന്റ് കൂടും, വീണ്ടും റീച്ച് ആവും വീഡിയോ. ഇവർക്ക് അതോ നല്ല ക്യാഷും കിട്ടും. അത് കാരണം ബുദ്ധിമുട്ടാൻ പോകുന്നത് ആരാണ്? ഈ മെഹർ ഫാത്തിമ തന്നെയാണ്. എന്തൊരു ആൾക്കാരാണല്ലേ ഇവരൊക്കെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പണ്ട് നല്ല രീതിയിൽ കത്തി നിന്ന പല ഇന്റർവ്യൂസും ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന പരിപാടി നിർത്തി. പാർവതിയും വീണയും ഒന്നും ഇപ്പൊ പഴയ പോലെ ഇന്റർവ്യൂകളൊന്നും ചെയ്യുന്നില്ല. മെഹറും കുറെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിർത്തി. അതിൽ പലരും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്റർവ്യൂകൾ ചെയ്യാൻ തുടങ്ങി. വീണൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. വളരെ നല്ലൊരു കാര്യം. വെറുതെ സ്വയം നാട്ടുകാരെ തെറിയും വാങ്ങിക്കൂട്ടി ജീവിക്കുന്നതിലും ഭേദം ഈ പരിപാടി ചെയ്യാത്തതാണ്. അറ്റ്ലീസ്റ്റ് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങെങ്കിലും ചെയ്യാലോ. എന്തായാലും മെഹറിന് പറയാനുള്ള ബാക്കി കൂടി ഇട്ടോക്കാം. എന്റെ കാര്യം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട്, ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഹോം ടൂറോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കൊനസ്റ്റ് ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴും അവരെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവിടെയും അറസ്റ്റ് ചെയ്യണം, ഇവിടെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെയും റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിയും കൈയിട്ട് വലിയ റീച്ച് ഉണ്ടാക്കല്ലേ. അതെ, അതത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് അതാണ് ശീലം, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് ശീലങ്ങൾ മാറ്റാനാവില്ലല്ലോ. പക്ഷെ എങ്ങനെയൊക്കെ മെഹർ പറഞ്ഞിട്ട് കൂടിയും മെഹറിന്റെ ഈ വീഡിയോക്ക് താഴെ പോലും മെഹറിനെതിരെ നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ 1-2 വായിച്ചാൽ. ഇവിടെയും മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഒരൊറ്റ യൂണിവേഴ്സ് ആണ്. ഇതൊക്കെ ഒരു യൂണിവേഴ്സ് ആണ്, ഇവളുടെ ബ്ലഡ് പരിശോധിക്കണം. അതിന് മെഹർ കൊടുത്ത മറുപടി എന്താണ്? ഞാൻ റെഡിയാണ് ബ്രോ, എന്റെ ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് കാണുമ്പോഴും ഈ ആവേശം കാണണം. ഇനി അടുത്ത കമന്റ് ആണ്, എല്ലാം കള്ളന്മാര് തന്നെ. ഇത്തരത്തിലുള്ള പല കമന്റുകളും മെഹറിന്റെ വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ വരാനുള്ള കാരണം എന്താണ്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊപ്പിയും മെഹറിനും വെച്ച് അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ്. അത് കാരണം ഇപ്പോഴും മെഹർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോക്ക് താഴെ പോലും ഈ രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ അവൾ എത്തരത്തിൽ തെറ്റിദ്ധരിച്ച് കാണുമെന്നുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അല്ലെങ്കിലും ഇനി മെഹറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിക്കാരിക്ക് കുറച്ച് കാലമായിട്ട് കണ്ടകശേനിയാണ്. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഏറി കയറി ഇറങ്ങിയതേ ഉള്ളൂ. അതെന്തിനാണ് ഏറി കയറി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറയുന്ന മെഹർ അസിൻ ലുക്ക് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുട്ട കോമഡിയാണ് മക്കളെ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് പസിലുക്ക് റീക്രിയേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ ഒരുമാതിരി ജാസിനെ പോലുണ്ട്. ഈ വീഡിയോക്കൊക്കെ താഴെ വൻ നോക്കാണ് കേട്ടോ മെഹറിന് കിട്ടിയത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അസിൻ എന്നും പറഞ്ഞ് ജാസിനെ കാണിച്ച് പറ്റിക്കുന്നു, ഗുഡ് ട്രൈ, പ്ലീസ് ഡോണ്ട് ട്രൈ എഗ്. ഇങ്ങനെയുള്ള കമന്റുകളൊക്കെയാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും കമന്റ് ബോക്സിൽ ആളുകൾ ഇട്ട് ഊക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇതിന് പ്രതികരിച്ചുകൊണ്ട് മെഹർ അന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും മുട്ട കോമഡിയായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പൊ ഏകദേശം 7000-ത്തിലധികം കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് 6500 കമന്റ്സും എന്നെ കളിയാക്കുന്ന കമന്റ്സ് ആണ്. ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ്? വെറും 72,000 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്ന എന്റെ അക്കൗണ്ട് റീച്ച് ഇപ്പൊ നിങ്ങൾ നോക്ക്
ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഒട്ടും റീച്ച് ആവുന്ന പ്രതീക്ഷ എന്നല്ല, പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കാരണം ആ വീഡിയോ ഒരു ട്രെൻഡായി അങ്ങ് കത്തി കയറി. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വന്നിട്ടുള്ള പ്രൊമോഷൻസിനും കൊളാബിനും കയ്യും കണക്കുമില്ല. ഞാൻ ഇതിനൊക്കെ നിങ്ങളോട് എത്ര നന്ദി പറയണം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുപോലത്തെ സഹകരണം ഞാൻ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. അവസാനത്തെ പോടലുണ്ട് എല്ലാം. ആള് നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ? ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സാരില്ല മോളെ, നമുക്ക് മനസ്സിലാവും നിന്റെ ഫ്രസ്ട്രേഷൻ, പോട്ടെ സാരില്ല. പക്ഷെ പുള്ളിക്കാരന്റെ ഈ വീഡിയോക്ക് താഴെ ഒരു എപ്പിക്ക് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഞാനത് വായിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് രേണു ചേച്ചിയും പറയാറ്. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ പുള്ളിക്കാരന്റെ ഫ്രസ്ട്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അടുത്തൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുവെക്കാം. Masanga, yeah, paisa. Tasanga, paisa. Masanga, yeah, paisa. Tasanga, paisa. Masanga, yeah. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ് താത്തി കണ്ണീര് തുടച്ചിട്ട് ബാക്കി പൈസ എണ്ണിക്കോ, അതായിരിക്കും നല്ലത്. ആൾക്കാരെ ബോധിപ്പിക്കാനുള്ള ഓരോരോ കാട്ടിക്കൂട്ടലുകളെ. എന്തായാലും ഈ കിട്ടിയ തെളിവുകളെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പുള്ളിക്കാർ ഒരുപാട് റീക്രിയേറ്റഡ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ കൊള്ളാം, ചിലതൊന്നും 5 പറ്റൂല, അത് വേറെ കാര്യം. എന്തായാലും ഇപ്പൊ നിലവിൽ ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്യാനാണ് മെഹറിന്റെ തീരുമാനമെന്ന് തോന്നുന്നു. വളരെ നല്ല തീരുമാനം. എന്തായാലും ഇതിനൊക്കെ കെട്ടടിക്കുന്ന ഏർന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇപ്പൊ അത് തൊപ്പിനെ വിഷയം വെച്ച് ആള് വീണ്ടും ഏറി കയറിയേക്കും. എന്ത് പറയാനാണ്, ഇങ്ങനെ കൂടെ ഏറി കയറാനാണ് മെഹറിന്റെ വിധി എന്ന് തോന്നുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.